ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. പ്രിൻസസ് കട്ട് ബ്ലൗസ് വിത്ത് കപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൃത്യം 1 മീറ്റർ തുണിയാണ് കേട്ടോ മുറിച്ചെടുത്തേക്കുന്നത് ബ്ലൗസിന് വേണ്ടിയിട്ട്. അപ്പോൾ 1 മീറ്റർ തുണി ഞാൻ മുറിച്ചെടുത്ത് പേൾപ്പിന്നൊക്കെ കുത്തി 2ആയിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ ബ്ലൗസ് ഇപ്പം നിലവിൽ കട്ട് ചെയ്യുന്ന പോർഷൻ മാത്രം 4ആയിട്ട് മടക്കിയിടുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അത് ഞാൻ കൃത്യമായിട്ട് അളന്നെടുത്ത് 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം അളവുകൾ കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു പോകുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്യുന്ന പോർഷനിൽ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 1 മീറ്റർ തുണി എടുത്ത് നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുന്ന പോർഷൻ മാത്രം 4ആയിട്ട് മടക്കിയിടുന്നുണ്ട്. ആ 4ആയിട്ട് മടക്കിയിടുന്നതിന്റെ വീതി എന്ന് പറയുന്നത് 11 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വളരെ സാവധാനത്തിലും വളരെ കൃത്യമായിട്ടും പറഞ്ഞു പോകുന്നുണ്ട്. മീഡിയം സൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ അളവുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 16.5 ഇഞ്ചാണ്. അപ്പോൾ ഈ ലെങ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഒരു 14 ഇഞ്ച് ഇറക്കാണ് ബ്ലൗസിന് വേണ്ടതെങ്കിൽ അതിൽ നിന്ന് 2 ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾ തയ്യൽത്തുമ്പം കൂടി ഇടണം കേട്ടോ. അത് ഓരോരുത്തരുടെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ബ്ലൗസിന്റെ ഇറക്കം വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് 2 ഇഞ്ച് എക്സ്ട്രാ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷോൾഡർ ആണ്. ഷോൾഡർ ഞാനിവിടെ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ 6 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിന് വേണ്ടിയിട്ട് ടോട്ടൽ ഷോൾഡർ 6 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആ 6 ഇഞ്ചിൽ നിന്നും ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുവാണ്. അതിനുവേണ്ടി 6 ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് 7 ഇഞ്ച് കണ്ടോ. ആം ഹോളിന് വേണ്ടി മീഡിയം സൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് താഴത്തേക്ക് എടുക്കുന്നത്. അങ്ങനെ കൊടുത്തതിന് ശേഷം ആ സൈഡ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യുന്ന വശയില്ലേ അവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കൊരു എൽ ഷേപ്പിൽ കിട്ടും. അവിടെ കണ്ടല്ലോ, ഇത്ര നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ എൽ ഷേപ്പിൽ കിട്ടിയതിൻ്റെ ആ ഒരു മൂല പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. മീഡിയം സൈസ് ആയതുകൊണ്ടാണ് നമ്മൾ 1.5 ഇഞ്ച് എടുക്കുന്നത്. അപ്പം 1.5 ഇഞ്ച് കൃത്യമില്ല, ഒരു 1.25 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1.25 ഇഞ്ച് വേണം അവിടെ എടുക്കാനായിട്ട്. അങ്ങനെ 1.25 ഇഞ്ച് എടുത്തതിന് ശേഷം അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് നമ്മൾ അവിടെ അങ്ങനെ കെർവ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആം ഹോൾ റെഡി ആയിട്ടുണ്ട്. കൃത്യമായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കണം. ഇതിന് ശേഷം ഞാൻ ഇവിടെ എടുക്കുന്നത് 3.5 ഇഞ്ചാണ് എൻ്റെ കഴുത്തകലം ഞാൻ എടുക്കുന്നത്. ഈ 6 ഇഞ്ച് നിങ്ങൾ ഓൾറെഡി ഷോൾഡർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴുത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെട്ടാം ഇതിനകത്ത്. അതായത് നിങ്ങളുടെ ഇറക്കം എത്ര വേണം, കഴുത്തകലം നിങ്ങൾക്ക് എത്ര വേണം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇനി വെട്ടാവുന്നതാണ്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് 3.5 ഇഞ്ച് വീതിയും താഴത്തേക്ക് 5.5 ഇഞ്ച് താഴത്തേക്കുള്ള നീളവുമാണ് അവിടെ കൊടുക്കുന്നത്. 3.5 ഇഞ്ച് വീതി ഞാൻ എടുത്തിട്ടുണ്ട്. താഴത്തേക്കുള്ള നീളം 5.5 നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. അപ്പോൾ കറക്റ്റ് 5.5. ഇനി നമ്മൾ അവിടെ നിന്നേ ആ കഴുത്തിൻ്റെ ആ ഒരു അവിടെ ഞാൻ കുറച്ചൊന്ന് ചരിച്ച് വെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 5.5 ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഈ ഇങ്ങനത്തെ ഒരു കഴുത്താണ് ഞാൻ ഇവിടെ ബ്ലൗസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം അവിടെ. ഇപ്പോൾ യു വേണമെങ്കിൽ ഇതേപോലെ സ്ക്വയർ വരച്ചതിന് ശേഷം യു ആക്കി കൊടുക്കാം. വി വേണമെങ്കിൽ ഇതേപോലെ സ്ക്വയർ വരച്ചതിന് ശേഷം കറക്റ്റ് വി ആയിട്ട് അളന്നെടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച മാർക്കിങ്ങിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ആം ഹോളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീതി നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ പ്രത്യേകം ഷേപ്പും കാര്യങ്ങളൊന്നും വരയ്ക്കുന്നില്ല. നമ്മൾ മാർക്ക് ചെയ്തെടുത്തേക്കാം. അതായത് 11 ഇഞ്ച് വീതിയിലും 16.5 ഇഞ്ച് നീളത്തിലുമുള്ള 2 പീസ് നമുക്കിത് കിട്ടി. ആം ഹോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ 2 പീസാക്കി മാറ്റുവാണ്, ഫ്രണ്ടും ബാക്കും. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് നന്നായിട്ട് കൃത്യമായിട്ട് മടക്കിയെടുത്ത് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിൻസസ് ലൈനാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ഷോൾഡറിൽ നിന്ന് നമ്മുടെ ബസ്റ്റിൻ്റെ പോയിന്റാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് 10 ഇഞ്ച് നോർമലായിട്ടുള്ള ആൾക്കാർക്ക് 10 ഇഞ്ചാണ് എപ്പോഴും തന്നെ മിക്കവാറും ആൾക്കാർക്ക് എടുക്കുന്ന ഒരു സ്മോൾ മീഡിയം ലാർജ് ആ ഒരു റേഞ്ച് വരാൻ നേരത്ത് നമുക്ക് താഴത്തേക്ക് ഷോൾഡർ പോർഷനിൽ നിന്ന് താഴത്തേക്ക് 10 ഇഞ്ച് ആദ്യം തന്നെ മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ അതിൻ്റെ വീതിയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. വീതി നമ്മൾ ഇനി ഏറ്റവും താഴത്തെ പോർഷനിലേക്ക് നോക്കിക്കേ. ഞാൻ 2.25 പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. 2.25 3 ഞാൻ എടുക്കുന്നില്ല. 2.25 ഞാൻ എടുത്തതിന് ശേഷം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവിടെ. 2.25 എടുത്തതിന് ശേഷം ഞാൻ ആ 2.25 അടയാളപ്പെടുത്തി അവിടെ കൊണ്ടുവന്ന് 3 എഴുതിയേക്കുന്ന വശം ഞാൻ വെക്കുന്നത് കണ്ടോ, 3 എന്നിട്ട് നമ്മൾ ഈ 1 2 3 എന്നുള്ള സാധനം നമ്മൾ അടയാളപ്പെടുത്തി എടുക്കണം. നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയ 2.25 കൊണ്ടുവന്ന് നമ്മൾ 3 വെക്കണം. അതിനുശേഷം നമ്മൾ 1 2 3 അടയാളപ്പെടുത്തി എടുക്കണം. കണ്ടോ, കൃത്യം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം. മീഡിയം സൈസിലുള്ള അളവുകാരുടെ കാര്യമാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ
നമ്മുടെ സെന്ററിലുള്ള സംഭവം കണ്ടില്ലേ, സെന്ററിലുള്ള വരയ്ക്ക് നമുക്ക് 3.25 കൃത്യം കിട്ടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സെന്ററിൽ വരുമ്പോൾ 3.25. ആ നമ്മൾ 10 നേരത്തെ അളന്ന് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ 10 നമ്മളിത് കൃത്യം കൊണ്ടുവന്ന് 3.25. ശ്രദ്ധിച്ചാൽ മതി, 3.25 ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. കണ്ടല്ലോ, 3.25 ഇഞ്ച് വീതിയിലാണ് നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് ആ 3.25 നിന്നും താഴത്തെ 3.25, അതായത് സെന്റർ പോർഷനിൽ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ, താഴത്തെ 3.25 അളന്നെടുത്ത് വെച്ചേക്കുന്ന, അതായത് 2 എന്നുള്ള ഇതിലേക്ക് നമ്മൾ യോജിപ്പിച്ചൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് അപ്പുറത്തെ 2 വശങ്ങളിലും നമ്മൾ ഇതേപോലെ മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലോ, അതായത് 1 ഇഞ്ച് ഡിഫറൻസിലാണ്. മൊത്തം ടോട്ടൽ 2 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ച് ഡിഫറൻസിൽ നമ്മൾ 2 സൈഡിലേക്ക് ഇതേപോലെ ത്രികോണ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ആ 10 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് 3.25 ഇഞ്ച് വീതി അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അവിടെ നിന്നതേ നമ്മൾ 2 സൈഡിലേക്ക്, 2 വശങ്ങളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കൃത്യം നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ആം ഹോളിൻ്റെ അവിടുത്തെ ആ ഒരു വശം ഏതാണ്, കട്ട് ചെയ്യേണ്ട പോർഷൻ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ അതെ നമ്മൾ 11 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ വരുന്നത് ഡാം ഹോള്. അപ്പോൾ കണ്ടല്ലോ, അതേ ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏകദേശം 5.5 കിട്ടുന്നത്. അപ്പം നമ്മളിവിടെ 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് കണക്ക് കൂട്ടാനാണെങ്കിൽ തന്നെ ആണെങ്കിലും അപ്പം നമുക്ക് 10 ഇഞ്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 5 ഇഞ്ചാണ് വരുന്നത്. ഞാൻ 5 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. നമുക്ക് ആ സീം അലവൻസിൻ്റെ ആ പോർഷൻ കളയണമല്ലോ, അതുകൊണ്ട് അത് മാറ്റി നിർത്തിയതിന് ശേഷം നമ്മൾ 5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത്. അങ്ങനെ 5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൽ നിന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ ബസ്റ്റിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ 10, അതിലേക്ക് നമ്മളിത് ഇതുപോലെ ആ ഒരു ഷേപ്പിൽ, ആ ഒരു കർവ് ഷേപ്പിലാണ് നമുക്ക് വേണ്ടതല്ലോ. പ്രിൻസസ് കട്ട് എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു ഷേപ്പിൽ ഇതേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് നിന്ന് അതിലേക്ക് നമ്മൾ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ നെക്കാണ് കട്ട് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പേൾപ്പിനാണ് കേട്ടോ. ഇത് ഓർഗൻസ മെറ്റീരിയലാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മെഷർമെൻറ്റുകളും തെറ്റും. അങ്ങനെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേൾപ്പിന് എല്ലാ വശങ്ങളിലും നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത വശങ്ങളിലൂടെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ സെൻറ്ററിലുള്ള പോർഷൻ നമുക്ക് വേണ്ട, അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഏരിയയിൽ കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് കേട്ടോ. അപ്പോൾ നമ്മൾ വശങ്ങളിൽ നിന്നൊന്നും നമ്മൾ തുണി കട്ട് ചെയ്ത് കളയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിൽ നിന്ന് ഈ 2 ഇഞ്ച് പോകാൻ നേരത്ത് നമുക്ക് കറക്റ്റ് ഷേപ്പിനുള്ള തുണി അവിടെ കിട്ടത്തുള്ളൂ. കറക്റ്റ് തയ്യൽ തുമ്പിനുള്ള തുണിയെ നമുക്ക് ബാലൻസ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ 3.5 ഇഞ്ച് വീതി. താഴത്തേക്ക് ഞാൻ ഇപ്രാവശ്യം എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഒരു 6.5 ഇഞ്ച് വീതി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 3.25 ഇഞ്ച് വീതി നമ്മൾ മേളിൽ കൊടുത്ത പോലെ തന്നെ താഴത്തും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്കിൽ കൊടുക്കാൻ പോകുന്ന ഒരു വീനെക്കാണ്, അതായത് ഒരു വൈഡ് വീനെക്ക്. ഈ ലെങ്ത് എല്ലാം നമ്മുടെ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടത്തിനാണ് ഈ താഴത്തേക്കുള്ള ലെങ്ത്, അതായത് ബ്ലൗസിന് എത്ര ഇറക്കം വേണം, കഴുത്തിന് എത്ര ഇറക്കം വേണം എന്നൊക്കെ ഞാൻ നമ്മുടെ ഇഷ്ടത്തിനാണ് തീരുമാനിച്ചേക്കണം. നിങ്ങൾക്കിതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. മാർക്കിംഗ് അല്ല, ഇതുപോലെ തന്നെ കൃത്യം ചെയ്തെടുത്താലും മതി. അപ്പോൾ കഴുത്തകലവും കഴുത്തിറക്കവും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു വൈഡ് വീക്കുള്ളത് വരച്ചു. ആദ്യം ഞാൻ നോർമൽ വി വരച്ചതിന് ശേഷം ആ വി ഒന്ന് വൈഡാക്കി കൊടുക്കുകയാണെ. കണ്ടോ, ഒരു താമര ഇതള് പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബാക്കിൽ അതാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി കൊടുക്കുന്നു. ഇനി നമ്മൾ ബാക്കിന് നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കണം. അത് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ 2 ഇഞ്ചാണ് ആ പ്രിൻസസ് ലൈൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ നമ്മൾ ബാക്കിനും 2 ഇഞ്ച് സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. അതെ, ഇതുപോലെ നമ്മൾ 2 ഇഞ്ച് മാറ്റിയതിന് ശേഷം അവിടെ വരച്ചു കൊടുക്കണം സ്ട്രെയിറ്റ് ആയിട്ട്. സ്ട്രെയിറ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ നമുക്ക് 11 ഇഞ്ച് തന്നെ വേണം. അപ്പോൾ അവിടെ വ്യത്യാസമൊന്നും വരുത്തരുത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് വളച്ചൊന്ന് വെട്ടി കൊടുക്കുവാണേ. വളച്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ആ എക്സ്ട്രാ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. അതായത് 2 ഇഞ്ച് വളച്ച് നമ്മൾ വെട്ടുന്നുണ്ടല്ലോ, മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ വെട്ടിയെടുത്തു. ഇനി നമ്മൾ ബാക്കിലുള്ള താമര കഴുത്ത് നമ്മൾ വെട്ടിക്കൊടുക്കുവാണ്.
അപ്പോൾ നമ്മുടെ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹുക്ക് വെക്കുന്ന പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് പീസായിട്ട് നമുക്ക് വേണമല്ലോ. ഹുക്കാണ് നമ്മൾ ബാക്കിൽ പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ചും കൂടി നമ്മൾ മേളിലേക്ക് കയറ്റി കെറിവ് ചെയ്ത് വെട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം നമ്മൾ വഴിയാണ് കാണിക്കുന്നത്. ആദ്യമേ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാകും. ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ ബിഗിനേഴ്സ് ഫോളോ ചെയ്യുക. ബാക്കി അറിയുന്നവർ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയയ്ക്ക് വേണ്ടി ഇത് നോക്കിയാൽ മതി. ഇനി നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ലൈനിങ് കട്ട് ചെയ്തെടുക്കുമ്പോഴും 11 ഇഞ്ച് വീതി താഴെ മേളിലും നമ്മൾ ഒരുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് 2 ഇഞ്ച് നമ്മൾ കുറച്ച് വെട്ടുന്നുണ്ടല്ലോ ഇതിനകത്ത് ബാക്ക് പീസിൽ. പക്ഷെ അത് എല്ലാം ഞാൻ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ ശരിക്കും നോക്കണവേ. അപ്പോൾ നമ്മൾ ലൈനിങ് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണോ പീസ് കട്ട് ചെയ്തെടുത്ത് അതുപോലെ തന്നെ 2 പീസാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു പീസ് നമ്മൾ ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങിന് മാറ്റി വെച്ചു. മറ്റേ പോർഷൻ നമ്മൾ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് എടുത്തു. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ്റെ തുണി അതുപോലെ തന്നെ നമ്മൾ പേൾപ്പിന് വെച്ച് കുത്തി അതിൻ്റെ മേളിലേക്ക് മീതയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് വെട്ടിയെടുക്കുകയാണ്. അതായത് മെയിൻ പീസ് എങ്ങനെയാണോ ഇരിക്കണം ആ സെയിം രീതിയിൽ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതായത് നമ്മുടെ മെയിൻ പീസ് ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ലൈനിങ് പീസുകളെല്ലാം കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സെന്റർ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങിന്റെ. അതായത് നമ്മൾ സൈഡ് പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. സൈഡ് പോർഷന്റെ തുണി കൃത്യമായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പോർഷൻസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. അങ്ങനെ നമ്മുടെ ലൈനിങ്ങിന് ഇതുപോലെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് സെയിം അതുപോലെ തന്നെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. നെക്കിന്റെ പോർഷൻ നമ്മളിപ്പോൾ ഒഴിവാക്കി വിടുന്നുണ്ട് കട്ടിങ്. ബാക്കിയുള്ള സൈഡ് പോർഷൻസും ആം ഹോളും ആണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടല്ലോ. അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. ബാക്ക് പീസിന് നമുക്ക് എങ്ങനെയാണോ ഞാൻ കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ലൈനിങ്ങും അതുപോലെ തന്നെ വെച്ച് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലൈനിങ്ങിന്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പാഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പാഡിന് നമുക്ക് എക്സ്ട്രാ ലൈനിങ് വേണം. നമ്മൾ എക്സ്ട്രാ ലൈനിങ് പീസിലേക്കാണ് പാഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് ഇപ്പോൾ വേണ്ടിയ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ സ്ലീവിന് വേണ്ടിയിട്ട് പഫ് സ്ലീവ്സ് ആണ് എടുക്കാൻ ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ എനിക്ക് ടോട്ടൽ ലെങ്ത് ഞാൻ ഉദ്ദേശിച്ചേക്കണ ഒരു 10 ഇഞ്ചൊക്കെയാണ്. ഒരു ഇഞ്ച് എക്സ്ട്രാ ഇടുന്നത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 ഇഞ്ചാണ് സ്ലീവ് എനിക്ക് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടെ കൂട്ടി 11 ഇഞ്ച് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ 11 ഇഞ്ച് എടുത്തതിന് ശേഷം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 11 ഇഞ്ച് എടുത്ത് നീളം നമ്മൾ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീതി എന്തോരം ഞാൻ എടുക്കുന്നുണ്ടെന്ന് നോക്കാം. വീതി 11 ഇഞ്ച് തന്നെയാണ് ഞാൻ വീതിയും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 11 ഇഞ്ച് എടുത്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 11 ഇഞ്ച് നീളവും 11 ഇഞ്ച് വീതിയുമാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ മീഡിയം സൈസുകാർ വീതി 11 ഇഞ്ച് മസ്റ്റായിട്ടും എടുക്കണം. നീളം നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്തോരം ഇറക്കാം, അതായത് സ്ലീവിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് എന്തോരം വേണമോ അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണം നീളം എടുക്കാനായിട്ട്. വീതി മസ്റ്റായിട്ടും 11 ഇഞ്ച് എടുത്തിരിക്കണം. അതിനകത്ത് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ 11 ഇഞ്ച് എടുത്തതിന് ശേഷം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നോർമൽ സ്ലീവിൻ്റെ കട്ടിങ് തന്നെ നമ്മൾ ചെയ്യുവാണ്. ഞാനിവിടെ 4 ഇഞ്ചാണ് ഇറക്കാൻ കൊടുക്കുന്നത്. കണ്ടോ, ആ സൈഡിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോർമൽ സ്ലീവ് മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതാണ് നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ കട്ടിങ്. കണ്ടല്ലോ. പിന്നെ നോർമൽ സ്ലീവ് വരുമ്പോൾ ഇത്രയും വീതി നമുക്ക് വേണ്ട. ഒരു 10.5 ഇഞ്ച്, ഒരു 10 ഇഞ്ചാണെങ്കിലും മതി. ഇത് നമ്മൾ പഫ് സ്ലീവ് ആയതുകൊണ്ടാണ് വീതിയും കൂടുതൽ ഇടുന്നത്. ഇനി നമ്മൾ നോർമൽ സ്ലീവിൻ്റെ അകത്ത് നിന്ന് ഒരു 2.5 ഇഞ്ച് തുണി എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണ് പഫ് സ്ലീവിന് വേണ്ടിയിട്ട്. കണ്ടല്ലോ, നോർമൽ നമ്മൾ അളന്ന് വെച്ച് എടുത്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് എക്സ്ട്രാ ഒരു 2 ഇഞ്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് പഫ് സ്ലീവ് വെക്കുന്നത്. അതെ, അതിൻ്റെ വീതിയും ഒരു 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ വീതിയും 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ 2.5 ഇഞ്ചിൽ നിന്ന് ഒന്ന് കെറിവ് ചെയ്ത് താഴത്ത് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ യോജിപ്പിച്ച് കൊടുത്ത് പഫ് സ്ലീവ് ആക്കി എടുത്തിട്ടുണ്ട്. താഴത്തെ വീതി നമുക്ക് ഈ 11 ഇഞ്ച് വീതിയുടെ ആവശ്യമില്ല. ഞാനൊരു 8.5 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ 11 ഇഞ്ചിലേക്ക് 8.5 ഇഞ്ച് വീതി മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ സ്ലീവ് ചെയ്ത സമയത്ത് പേൾപ്പിന് കുത്തിയിട്ടില്ല. ഞാനിത് ഒരുപാട് തവണ ചെയ്ത എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് പേൾപ്പിൻ ഇപ്പം ഞാൻ അവോയ്ഡ് ചെയ്തേക്കുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പം മസ്റ്റായിട്ടും പേൾപ്പിന് വെക്കണം. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഞാൻ പേൾപ്പിന് വെക്കാൻ വിട്ടുപോയതാണ്. ഇതിൽ ഞാൻ എന്തായാലും മസ്റ്റായിട്ട് പേൾപ്പിൻ വെക്കുന്നതാണ്. ഇതിൽ ഞാൻ പെട്ടെന്ന് വെട്ടിയെടുത്തതുകൊണ്ട് ഒഴിവാക്കിയെന്നേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവിന് നമ്മൾ ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെച്ച് കൊടുക്കാനായിട്ടാണ് നമ്മുടെ പഫ്സ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. കണ്ടുള്ളത് ഇതുപോലെ പഫ് സ്ലീവ് വരും. ഇനി നമ്മൾ കപ്പിനുള്ള ലൈനിങ് എക്സ്ട്രാ പീസ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് ഞാൻ എന്തോരം ലൈനിങ് അത് എന്തോരം ഉണ്ടോ അതുപോലെ തന്നെ സെയിം നമ്മൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് പീസും കട്ട് ചെയ്തെടുക്കുവാണേ. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കപ്പിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ തുണിയാണ്, അത് നമ്മൾ മറന്നു പോരുത്. അങ്ങനെ നമ്മൾ രണ്ടാമത് കപ്പിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഓൾറെഡി മെയിൻ ക്ലോത്തിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് എടുക്കുന്നുണ്ട് കേട്ടോ. അതപ്പോൾ നമ്മൾ കുത്തി മാറ്റി വെക്കുവാണ്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ കപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന 34 സൈസ് കപ്പാണ് ഇപ്പം നമ്മൾ നിലവിൽ ഈ ബ്ലൗസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പം 32 സൈസുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ 34 സൈസിന്റെ കപ്പാണ് യൂസ് ചെയ്യേണ്ടത്. 30 സൈസുള്ള ആൾക്കാരാണെങ്കിൽ 32 സൈസുള്ള കപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. എന്നാലും നമുക്ക് ഫുൾ കവറേജ് കിട്ടത്തുള്ളൂ. എക്സ്ട്രാ ബ്രായ് ഒന്നും നമ്മളപ്പോൾ ഇതിൻ്റെ കൂടെ ഇടണ്ട. നല്ല കറക്റ്റ് ഫിറ്റായിട്ട് നമുക്ക് ഇരുന്നോളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ കപ്പിനുള്ള ലൈനിങ് നമ്മൾ കണ്ടോ, 1 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു, 3 4 കണ്ടല്ലോ. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്തെടുത്തു, കപ്പിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുക്കിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ബാക്കിൽ ഹുക്ക് പിടിപ്പിക്കുന്നില്ലേ, അപ്പം അതിനുവേണ്ടി നമ്മൾ 13 ഇഞ്ച് നീളത്തിലും 2 ഇഞ്ച് വീതിയിലും ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മടക്കിയിടുമ്പോഴാണ് ഈ അളവുകൾ വരുന്നത്. അതിന് സെയിം നമ്മൾ ആ സെയിം അളവിലുള്ള ലൈനിങ് ക്ലോത്തും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഹുക്ക് പിടിപ്പിക്കാനായിട്ടുള്ളതാണ്. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ 2 വശങ്ങളിലേക്കും വേണം, അതായത് ലൂപ്പ്, ആ ഹുക്ക് നമ്മൾ കയറ്റിയിടുന്ന ലൂപ്പ് പിടിപ്പിക്കുന്നതാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തേക്കണത്. ഇപ്പം ഇത് നമ്മൾ ഒരൊറ്റ പീസ് തുണി, അതുപോലെ തന്നെ 13 ഇഞ്ച് നീളത്തിലും 2 ഇഞ്ച് വീതിയിലും ഒരു പീസ് തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കൊളുത്ത് പിടിപ്പിക്കാനാണ് കേട്ടോ. അത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ കിട്ടുന്ന കഷ്ണം തുണികളെല്ലാം നമ്മൾ മാറ്റി വെക്കണം. ഇത് നമുക്ക് ഏറ്റവും അവസാനം ബ്ലൗസിന്റെ താഴ്ഭാഗം മടക്കി അടിക്കാൻ ആവശ്യമുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിലാണ് കേട്ടോ വരുന്നത്. ബൈ.